സ്നാപയോഹനാനെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ വാഴ്ത്തിപ്പാട്ടാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്തുനാഥൻ പറയും, സ്ത്രീകൾ ജനിച്ചവനിൽ ഇവനോളം വലിയവൻ ഇനി ജനിക്കാനില്ല. അത്രത്തോളം വലിയവനാണ് സ്നാപയോഹനാൻ. അതിന് കാരണം സ്നാപയോഹനാൻ്റെ ദൗത്യമാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ സ്നാപയോഹനാനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. രക്ഷകന്റെ ആഗമനം അറിയിക്കാൻ രക്ഷകന് മുമ്പേ അയക്കപ്പെട്ട ഒരുവൻ. അങ്ങനെ ഒരു കാലാന്തരത്തിൽ മുമ്പേ സ്നാപയോഹനാനെക്കുറിച്ച് വചനം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ആദ്യമേ ക്രിസ്തുവിന് മുമ്പേ നടന്നുപോയി ആ ക്രിസ്തുവിൻ്റെ പാതയും ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും കുറിച്ച് ഈ ഭൂമിയിൽ വെളിപ്പെടുത്താൻ തയ്യാറാക്കപ്പെടുന്നു. ഇങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സ്നാപയോഹന്നാൻ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനും പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിനും വളരെ കൃത്യമായൊരു സെനിറ്റ് പോയിൻ്റായിട്ട് നിൽക്കുന്നത് സ്നാപയോഹന്നാനാണ്. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു വളരെ മനോഹരമായൊരു വാഴ്ത്തിപ്പാട്ട് സ്നാപയോഹന്നാനെ നോക്കി പാടുന്നത്. സ്ത്രീകൾ ജനിച്ചവൻ ഇവനേക്കാളും വലിയവനൊന്നുമില്ല. പക്ഷേ സുവിശേഷം അവസാനിക്കുന്നിടത്ത് മറ്റൊരു വാക്യം നമ്മൾ വായിക്കും. അതിങ്ങനെയാണ്: ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാളും വലിയവനായിരിക്കും. ഇതൊരു വിരോധാഭാസമായി ചിലർക്കെങ്കിലും തോന്നാൻ ഇടയുണ്ട്. കാരണം ആദ്യത്തെ വാഴ്ത്തിപ്പാട്ട് സ്നാപയോഹന്നാൻ ഏറ്റവും ഉന്നതനെന്ന് കാണിക്കാനാണ്. പക്ഷേ അവസാനിക്കുന്നിടത്ത് ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാളും വലിയവൻ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അത് സകല ജനത്തിനും വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഒരു സദ്വാർത്തയാണ്. അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നൊരു ദൈവരാജ്യമുണ്ട്, ഒരു രക്ഷയുടെ കവാടമുണ്ട്, കുരിശിൽ സ്ഥാപിക്കാൻ പോകുന്ന എല്ലാ പാപത്തിൻ്റെ ഒരു മോചനമുണ്ട്. അതിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പങ്കാളികളാകുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ പങ്കാളികളാകുന്ന ഓരോരുത്തരും ക്രിസ്തുവുമായി ഒന്നിക്കും. പിന്നീട് അവർ ക്രിസ്തുവുമായി ഒന്നിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഉയർന്നവരായി മാറും. ഇവിടെ ക്രിസ്തു കമ്പയർ ചെയ്തത് നമ്മളെ ഓരോരുത്തരെയും സ്നാപയോഹന്നാനെ വെച്ചാണ്. അതായത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൽ ജ്ഞാനസ്നാനം വഴി ഒന്നാക്കി തീർക്കപ്പെട്ടവരെല്ലാവരും ഈ സ്നാപയോഹന്നാനേക്കാൾ വലിയവരാണ്. കാരണം അവർ ദൈവരാജ്യത്തിൽ പങ്കുചേരുന്നവരാണ്. ഇത് നമ്മളെക്കുറിച്ചുള്ളൊരു വാഴ്ത്തിപ്പാട്ടാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ഐക്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനെ വഴിയൊരുക്കാൻ വന്നവനേക്കാളും നാം മഹത്വമുള്ളവരായിത്തീരുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? ഈ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വേദന. സ്നാപയോഹന്നാൻ വളരെ മനോഹരമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അവതരിപ്പിച്ചു, ആ ജീവിതത്തെ ഈ ഭൂമി കാട്ടിക്കൊടുത്തു. പക്ഷെ അതിനേക്കാളും മഹത്വം നമുക്കുണ്ട്. നമ്മുടെ സഭയിലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പങ്കാളികളാകുന്ന ഓരോ മനുഷ്യരും, ഈ സഭയിലെ ഓരോ അംഗങ്ങളും, അതിലെ ഏറ്റവും ചെറിയവരെന്ന് കണക്കാക്കപ്പെടുന്നവൻ പോലും സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. കാരണം അവൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയല്ല, ക്രിസ്തുവിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഈ വെറുതെ ചൂണ്ടിക്കാണിക്കുന്നതും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതും ഒരു വ്യത്യാസമുണ്ട്. ഈ ജീവിച്ച് കാണിക്കാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സഭയുടെ അംഗങ്ങളായി നിൽക്കുന്നതിൽ ഏറ്റവും ചെറിയവരെന്ന് കണക്കാക്കപ്പെടുന്നവൻ പോലും സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. ഈ തിരഞ്ഞെടുത്ത ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് നാം സഭയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സഭയുടെ മൂല്യങ്ങളും സഭയുടെ ദർശനങ്ങളും മുറുകെ പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിലൂടെ ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന ഓരോരുത്തരും ദൈവരാജ്യത്തിൽ വലിയവരായിത്തീരും. ആ വലിയവരായിത്തീരുന്ന ഓരോ മനുഷ്യരും സ്നാപയോഹന്നാനേക്കാൾ വലിയവരാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ സ്നാപയോഹന്നാനേക്കാൾ മഹത്വമുള്ളൊരു ജീവിതത്തിലേക്കാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ സ്നാപയോഹന്നാൻ അവൻ്റെ ദൗത്യം വളരെ മനോഹരമായി പൂർത്തീകരിച്ച് പിന്നിലൂടെ നടന്നു നീങ്ങിയതുപോലെ നമ്മളും നമ്മുടെ ദൗത്യം വളരെ മനോഹരമായി പൂർത്തീകരിച്ച് പിന്നിലൂടെ നടന്നു നീങ്ങാനുള്ള ധൈര്യം ഈ ആഗമനകാലത്ത് കാണിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.